ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മളുടെ കഥകളുടെ ലോകത്തേക്ക് ഒരു പുതിയ അതിഥി വരുന്നുണ്ട്. സമുദ്രത്തിന്റെ ആഴങ്ങളിലെ നീല തിരമാലകൾക്കും അപ്പുറത്ത് നീലാകാശത്തിൽ വെള്ളിമേഘങ്ങൾ തൊട്ടുരുമി നിൽക്കുന്ന ഒരിടത്ത് ഒരു വലിയ അത്ഭുത കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിലെ ഏറ്റവും സുന്ദരിയായ രാജകുമാരിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. കൂട്ടുകാർക്കെല്ലാം രാജകുമാരിമാരെയും മാന്ത്രിക കൊട്ടാരങ്ങളെയും ഇഷ്ടമാണോ? എങ്കിൽ വാ, നമുക്ക് ആ അത്ഭുത ലോകത്തേക്ക് ഒരുമിച്ച് പോകാം. പണ്ട് പണ്ട്, വളരെ പണ്ട്, നമ്മുടെ ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും കടന്ന് അനന്തമായ മഹാസമുദ്രത്തിന് നടുവിലായി ഒരു ദ്വീപുണ്ടായിരുന്നു. വെറും ഒരു ദ്വീപായിരുന്നില്ല അത്. നീല സമുദ്ര ജലത്തിന് നടുവിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ പൊന്നുപോലെ തിളങ്ങുന്ന മണൽത്തരികളുള്ള ഒരു സ്വർണ്ണ ദ്വീപ്. ആ ദ്വീപിന്റെ നടുവിലായി ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയൊരു കൊട്ടാരമുണ്ടായിരുന്നു. ഈ കൊട്ടാരം പണിതിരിക്കുന്നത് സ്വർണവും വെള്ളിയും ഒന്നും കൊണ്ടായിരുന്നില്ല, മറിച്ച് കടലിനടിയിൽ നിന്നും കിട്ടിയ മനോഹരമായ നീലരത്നങ്ങളും ചുവന്ന പവിഴങ്ങളും പളുങ്കുപോലത്തെ വെളുത്ത കല്ലുകളും കൊണ്ടായിരുന്നു. സൂര്യപ്രകാശം വരുമ്പോൾ ആ കൊട്ടാരം നീലയും ചുവപ്പും വെളുപ്പും നിറങ്ങളിൽ മഴവില്ല് പോലെ തിളങ്ങും. ആ തിളക്കം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് നോക്കിയാലും കാണാമായിരുന്നു. അവിടുത്തെ മഹാരാജാവിനും മഹാറാണിക്കും ഒറ്റ മകളെ ഉണ്ടായിരുന്നുള്ളൂ. മനോഹരമായ ഒരു പൂവിനേക്കാൾ സുന്ദരിയായ നീലക്കണ്ണുള്ള രാജകുമാരി. അവളുടെ പേര് അമൃത എന്നായിരുന്നു. രാജകുമാരി അമൃതയ്ക്ക് വളരെ നീണ്ട കറുത്തിരുണ്ട മുടിയുണ്ടായിരുന്നു. അവൾ ചിരിക്കുമ്പോൾ മുത്തുപോലെ തോന്നുമായിരുന്നു. അവളുടെ മനസ്സും അതീവ സുന്ദരമായിരുന്നു. എല്ലാ ജീവജാലങ്ങളെയും അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അമൃതയുടെ ലോകം ആ വലിയ കൊട്ടാരവും അതിന് ചുറ്റുമുള്ള സമുദ്രവുമായിരുന്നു. കൊട്ടാരത്തിന്റെ ജനലിലൂടെ നോക്കിയാൽ അനന്തമായ സമുദ്രം കാണാം. എത്ര നോക്കിയാലും മടുക്കാത്ത ആ കാഴ്ച കടലിലെ ഓരോ തിരമാലയും അമൃതയ്ക്ക് പുതിയ പുതിയ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അമൃതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കൊട്ടാരത്തിന്റെ മുകളിലെ ഏറ്റവും വലിയ കോണിപ്പടിയായിരുന്നു. അവിടെ ഇരുന്നാൽ അവൾക്ക് സമുദ്രത്തിനെയും നീലാകാശത്തിനെയും ഒരുപോലെ കാണാം. അമൃതയുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയാമോ? നമ്മുടെ വീടുകളിലെ പോലെ കളിക്കാൻ കുട്ടികളുടെ സുഹൃത്തുക്കളോ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അമൃതയ്ക്ക് വേറെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കടലിനടിയിലെ മനോഹരമായ മീനുകൾ, കളിയാടാൻ എത്തുന്ന നീല തിമിംഗലങ്ങൾ, പിന്നെ കൊട്ടാരത്തിന് മുകളിലൂടെ പറക്കുന്ന വെള്ളിയാമ്പലുകൾ, ഇവയെല്ലാം അമൃതയെ അറിയാമായിരുന്നു. അമൃത കോണിപ്പടിയിൽ ഇരിക്കുമ്പോൾ അവളുമായി കളിക്കാൻ അവർ എപ്പോഴും വരുമായിരുന്നു. ഒരു ദിവസം രാവിലെ അമൃത കോണിപ്പടിയിൽ ഇരുന്ന് സമുദ്രം നോക്കുകയായിരുന്നു. അന്നത്തെ വെയിൽ നല്ല തിളക്കമുള്ളതായിരുന്നു. പെട്ടെന്ന് കൊട്ടാരത്തിന് കുറച്ചപ്പുറത്ത് നീല ജലത്തിന് നടുവിൽ വലിയൊരു തിളക്കം അവൾ കണ്ടു. എന്തായിരിക്കും അത്? അവൾ എഴുന്നേറ്റ് നിന്ന് ശ്രദ്ധിച്ചു നോക്കി. അതൊരു പായക്കപ്പലായിരുന്നില്ല, ഒരു മീനുമായിരുന്നില്ല. എന്തോ ഒരു വലിയ അത്ഭുതം. അമൃത ഓടി അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അച്ഛാ, സമുദ്രത്തിൽ എന്തോ വലിയൊരു തിളക്കം ഞാൻ കണ്ടു, അമൃത പറഞ്ഞു. മഹാരാജാവ് ചിരിച്ചു. അത് സൂര്യപ്രകാശം കടലിലെ വെള്ളത്തിൽ തട്ടുമ്പോഴുണ്ടാകുന്ന തിളക്കമായിരിക്കും മോളെ, അദ്ദേഹം പറഞ്ഞു. എന്നാൽ അമൃതയ്ക്ക് ഉറപ്പായിരുന്നു അത് വെറുമൊരു തിളക്കമായിരുന്നില്ല എന്ന്. അമൃതയ്ക്ക് അതറിയാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അവൾ കടൽ തീരത്തേക്ക് പതുക്കെ നടന്നുപോയി. അവിടെ മണലിലിരുന്നു. അപ്പോൾ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു നീല മീൻ അവിടെ എത്തി. അമൃത, നീ എന്താണ് ആലോചിക്കുന്നത്? മീൻ ചോദിച്ചു. അമൃത പറഞ്ഞു, മീൻ ചേട്ടാ, കടലിൽ ഞാൻ വലിയൊരു തിളക്കം കണ്ടു. അത് എന്താണെന്ന് എനിക്ക് അറിയണം. നീലമീൻ അത് കേട്ട് ചിരിച്ചു. അതോ, അത് നീല സമുദ്രത്തിലെ ഏറ്റവും വലിയ മാന്ത്രിക രത്നമാണ്. അതൊരു വലിയ ചിപ്പിക്കുള്ളിലാണ്. സൂര്യപ്രകാശം അതിൽ തട്ടുമ്പോൾ അത് സമുദ്രത്തിലെ എല്ലാ വഴികളിലും തിളക്കം നൽകും, നീലമീൻ പറഞ്ഞു. അമൃതയ്ക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അങ്ങനെയെങ്കിൽ നമുക്ക് ആ രത്നം കാണാൻ പോയാലോ നീലമീനെ, അവൾ ചോദിച്ചു. നീലമീൻ പറഞ്ഞു, രാജകുമാരി അമൃത, അത് കൊട്ടാരത്തിൽ നിന്നും ഒത്തിരി ദൂരെയാണ്. അവിടെ പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെ വലിയ തിരമാലകളും മാന്ത്രിക കടൽ കുതിരകളെല്ലാം ഉണ്ടാകും. അമൃത പറഞ്ഞു, എനിക്ക് അതിൽ പേടിയൊന്നുമില്ല, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. നീലമീൻ ചിരിച്ചു. ശരി, നമുക്ക് പോകാം. പക്ഷെ നീ ഒറ്റയ്ക്ക് വരരുത്. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദം വാങ്ങണം. അമൃത കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയി അച്ഛനോടും അമ്മയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മഹാരാജാവിനും മഹാറാണിക്കും അമൃതയുടെ ധൈര്യം ഒത്തിരി ഇഷ്ടപ്പെട്ടു. എങ്കിലും അവർക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അമൃത പറഞ്ഞു, അച്ഛാ, നീലമീൻ എൻ്റെ കൂടെ ഉണ്ടാകും, എനിക്ക് യാതൊരു കുഴപ്പവും വരില്ല. മഹാരാജാവ് ഒടുവിൽ സമ്മതിച്ചു.
അദ്ദേഹം അമൃതയ്ക്ക് ഒരു ചെറിയ അത്ഭുതം നൽകി, ഒരു ചെറിയ ശംഖ്. അമൃത, ഈ ശംഖ് ഒരു മാന്ത്രിക ശംഖാണ്. നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇതിൽ ഊതിയാൽ മതി. ഈ ശംഖിന്റെ ശബ്ദം എന്നെ അറിയിക്കും. മഹാരാജാവ് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അമൃതയും നീലമീനും യാത്ര പുറപ്പെട്ടു. നീലമീൻ സമുദ്രത്തിലെ വെള്ളത്തിലൂടെ മുന്നോട്ട് പോയി. അമൃത ഒരു ചെറിയ തോണിയിൽ അവനെ പിന്തുടർന്നു. സമുദ്രം വളരെ ശാന്തമായിരുന്നു. നീലയും പച്ചയും നിറമുള്ള തിരമാലകൾ അമൃതയുടെ തോണിയെ മെല്ലെ തലോടിക്കൊണ്ട് മുന്നോട്ട് പോയി. സമുദ്രത്തിലൂടെ അവർ നീങ്ങുമ്പോൾ അമൃത ഒത്തിരി അത്ഭുതകരമായ കാഴ്ചകൾ കണ്ടു. കടലിനടിയിൽ തിളങ്ങുന്ന മീനുകൾ, പൂക്കൾ പോലെയുള്ള പവിഴങ്ങൾ, വലിയ വലിയ ആമകൾ. ഇതെല്ലാം കണ്ടപ്പോൾ അമൃതയ്ക്ക് ലോകം എത്ര സുന്ദരമാണെന്ന് തോന്നി. യാത്ര കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തിരമാലകൾ അല്പം വലുതാവാൻ തുടങ്ങി. തോണി മെല്ലെ ആടാൻ തുടങ്ങി. അമൃതയ്ക്ക് കുറച്ച് പേടി തോന്നി. നീലമീനെ, തിരമാലകൾ ഒത്തിരി വലുതാണല്ലോ, അവൾ പറഞ്ഞു. നീലമീൻ തിരിഞ്ഞു നോക്കി. അമൃത, പേടിക്കണ്ട, ഇവിടത്തെ കടൽ കുതിരകളുടെ കളിയാണത്. അവർ ഒത്തിരി സ്നേഹമുള്ളവരാണ്, പക്ഷെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നീലമീൻ പറഞ്ഞു. പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും വലിയൊരു നീല കടൽ കുതിര ഉയർന്നു വന്നു. അത് അമൃതയുടെ തോണിക്ക് ചുറ്റും ഓടി. അമൃത പേടിയോടെ തോണിയിലിരുന്നു. നീലമീൻ ആ കടൽ കുതിരയോട് എന്തോ പറഞ്ഞു. കടൽ കുതിര ചിരിച്ചു. ക്ഷമിക്കണം രാജകുമാരി അമൃത, ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, കളിക്കാൻ വന്നതാണ്. നിന്റെ കൂടെ കളിക്കാൻ വന്നതാണ് ഞാൻ, കടൽ കുതിര പറഞ്ഞു. ശരി, പേടിക്കണ്ട, അവൾ പറഞ്ഞു. അവർ യാത്ര തുടർന്നു. തിരമാലകൾ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു. കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്തപ്പോൾ സമുദ്രം പൂർണ്ണമായും ശാന്തമായി. അവിടെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നും വലിയൊരു വെളിച്ചം വരുന്നത് അമൃത കണ്ടു. നീലമീൻ പറഞ്ഞു. അതാ നോക്കൂ അമൃത, അതാണ് നമ്മൾ തിരയുന്ന മാന്ത്രിക രത്നം. അവർ ആ വെളിച്ചത്തിന് അടുത്തേക്ക് പതുക്കെ നീങ്ങി. സമുദ്രത്തിനിടയിൽ ഒരു വലിയ പളുങ്ക് ചിപ്പി ഉണ്ടായിരുന്നു. ആ ചിപ്പിക്ക് ഉള്ളിലായി നീല നിറത്തിൽ തിളങ്ങുന്ന വലിയൊരു രത്നമുണ്ടായിരുന്നു. ആ രത്നത്തിന്റെ തിളക്കം സമുദ്രത്തിനടിയിൽ എല്ലായിടത്തും നീല വെളിച്ചം പരത്തി. അമൃതയ്ക്ക് അത്ഭുതം തോന്നി. ഇത്ര സുന്ദരമായ രത്നം ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ പോലും കണ്ടിട്ടില്ല. ഈ രത്നം സമുദ്രത്തിന്റെ ഹൃദയമാണ്, നീലമീൻ പറഞ്ഞു. ഈ തിളക്കമാണ് സമുദ്രത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും വെളിച്ചം നൽകുന്നത്. ഈ തിളക്കം കാരണമാണ് നമ്മൾ കടലിനടിയിലെ കാഴ്ചകൾ ഇത്ര മനോഹരമായി കാണുന്നത്. അമൃത ആ രത്നത്തെ നോക്കി. ഇത് എത്ര സുന്ദരമായിരുന്നു, എത്ര സുന്ദരമായിട്ടുള്ള രത്നമാണിത്, എത്ര പ്രകാശപൂർണമായിരിക്കുന്നത്. എന്നാൽ അമൃതയ്ക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നു. പക്ഷെ നീലമീനെ, ഈ രത്നം ഇത്ര സുന്ദരമാണെങ്കിലും അത് കടലിനടിയിലാണ്, ആർക്കും അത് കാണാൻ കഴിയില്ലല്ലോ, അവൾ ചോദിച്ചു. നീലമീൻ പറഞ്ഞു. രാജകുമാരി അമൃത, ഈ രത്നം കടലിനടിയിലുള്ളത് കൊണ്ടാണ് സമുദ്രം ഇത്ര സുന്ദരമായിരിക്കുന്നത്. ഇത് കാണാൻ വേണ്ടി മാത്രമല്ല, സമുദ്രത്തിലെ എല്ലാവർക്കും ജീവൻ നൽകുന്ന വെളിച്ചമാണിത്. അമൃതയ്ക്ക് അപ്പോൾ മനസ്സിലായി, സൗന്ദര്യം എന്നത് വെറുതെ പുറമേയുള്ള കാഴ്ചയല്ല, ഉള്ളിലുള്ള വെളിച്ചം കൂടിയാണ്. അമൃത ആ രത്നത്തെ കുറച്ചു നേരം കൂടി നോക്കി. പിന്നെ അവൾക്ക് തിരിച്ചു പോകാൻ തോന്നി. ശരി നീലമീനെ, നമുക്ക് തിരിച്ച് വേഗം കൊട്ടാരത്തിലേക്ക് പോകാം. ഞാൻ ഈ അത്ഭുത രത്നത്തെ കണ്ടല്ലോ, അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും, അവൾ പറഞ്ഞു. നീലമീൻ ചിരിച്ചു. ശരി അമൃത, നമ്മൾ ഒത്തിരി ദൂരം യാത്ര ചെയ്തു. ഇനി നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കൊട്ടാരത്തിലെത്തണം. അവർ തിരിച്ച് യാത്ര തുടങ്ങി. തിരമാലകൾ ഇത്തവണ അവർക്ക് വഴികാട്ടിയായി, സഹായകരമായി. തോണി പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് അടുത്തേക്ക് നീങ്ങി. കടൽ കുതിരകളും ആമകളും തിമിംഗലങ്ങളും അവർക്ക് വഴി കാണിച്ചു. അമൃതയ്ക്ക് ഒത്തിരി സന്തോഷമായി. അവൾ കടലിനെയും നീലമീനെയും എല്ലാ സുഹൃത്തുക്കളെയും നോക്കി കൈ വീശി കാണിച്ചു. കൊട്ടാരത്തിലെത്തിയപ്പോൾ മഹാരാജാവും മഹാറാണിയും മറ്റുള്ള ആൾക്കാരെല്ലാം അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കൊട്ടാരത്തിൽ. അമൃത ഓടി അച്ഛനെയും അമ്മയെയും അടുത്തേക്ക്. അച്ഛാ, അമ്മേ, ഞാൻ ആ മാന്ത്രിക രത്നം കണ്ടു, മനോഹരമായിട്ടുള്ള മാന്ത്രിക രത്നം ഞാൻ കണ്ടു. അത് എത്ര സുന്ദരമായിരിക്കുന്നു എന്ന് അറിയാമോ, അമൃത പറഞ്ഞു. മഹാരാജാവ് അമൃതയെ കെട്ടിപ്പിടിച്ചു. മോളെ, നീ ആ രത്നം കണ്ടത് കൊണ്ട് നിന്റെ മനസ്സും പ്രകാശപൂർണമായി. ഇനി നീ ആ വെളിച്ചം എല്ലാവർക്കും നൽകണം, മഹാരാജാവ് പറഞ്ഞു. അന്ന് രാത്രി അമൃത കോണിപ്പടിയിലിരുന്നു. സമുദ്രം ശാന്തമായിരുന്നു. ആകാശത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അമൃത ആ അത്ഭുതം കണ്ട നീലരത്നത്തെ ഓർത്തു. അവൾ മനസ്സിൽ പറഞ്ഞു, സൗന്ദര്യം ഉള്ളിൽ നിന്നും വരുന്ന വെളിച്ചമാണ്. ഞാൻ എപ്പോഴും ആ വെളിച്ചം എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. എല്ലാ ജീവജാലങ്ങളോടും സ്നേഹത്തോടെ പെരുമാറും. അന്നു മുതൽ അമൃത രാജകുമാരി കൂടുതൽ സുന്ദരിയായി. അവളുടെ ചിരിയും സംസാരവും എല്ലാവർക്കും സന്തോഷം നൽകി. കൊട്ടാരത്തിലെ എല്ലാവരും സമുദ്രത്തിലെ എല്ലാവരും അവരെ സ്നേഹിച്ചു. ആ നീല സമുദ്രത്തിന് നടുവിലെ അത്ഭുത കൊട്ടാരത്തിൽ അമൃത രാജകുമാരിയും
അവളുടെ സമുദ്ര സുഹൃത്തുക്കളും സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥ. രാജകുമാരി അമൃതയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ നല്ല കഥകൾ കേൾക്കാൻ നമ്മുടെ കുട്ടിക്കാലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു കഥയുമായി നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി, നമസ്കാരം.